ഹായ് ഓൾ, ഇറ്റ്സ് മീ ജിത്തിൻ. ഞാനിപ്പോൾ ഉള്ളത് അബുദാബിയിലുള്ള മെറീന മോളിലാണ്. മെറീന മോളിലോട്ടുള്ള യാത്രയാണ്. ഇന്നെൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഡേ ആണ്. ഞാൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും വമ്പൻ കമ്പനി, വാച്ച് നിർമ്മാണ കമ്പനികളായ റോളക്സ്, റാഡോ, കാട്ടി എന്നൊക്കെ പറഞ്ഞ പോലെ അതിലെ റാഡോയുടെ ക്യാപ്റ്റൻ കുക്ക് എന്ന് പറഞ്ഞുള്ള വളരെ ഒരു പ്രീമിയം വാച്ച് എടുക്കാൻ പോവുകയാണ്. ഒരുപാട് വർഷത്തെ നമ്മൾ ചെറുപ്പം മുതലുള്ള ഒരു ആശയമായിരുന്നു വളരെ പ്രീമിയമായിട്ടുള്ളൊരു വാച്ച് എടുക്കണമെന്ന്. അപ്പോൾ ഇന്ന് സാധിക്കുകയാണ്. അബുദാബി തന്നെയുള്ള മെറീന മോളിലാണ് പോകുന്നത്. മെറീന മോളിൽ റാഡോയുടെ ഡയറക്റ്റ് ഡീലേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ നിന്നാണ് വാച്ച് എടുക്കുന്നത്. ഞാനിപ്പോൾ എനിക്കൊന്ന് ഈ വർഷം തന്നെ 4ാമത്തെ തവണയാണ് അബുദാബി വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യ തവണ വന്നപ്പം ഇവരുടെ അടുത്ത് പോവുകയും വാച്ച് ഞാൻ ഓർഡർ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വാച്ച് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഫ്രഷ് പീസ് തന്നെ വേണം. ബിക്കോസ് ഇറ്റ്സ് എ കോസ്റ്റ്ലി വാച്ച്. ഒരു 4.5 ലക്ഷം രൂപ വില മതിക്കുന്ന വാച്ചാണ്. അപ്പോൾ നമ്മൾ അത്രയും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്കൊരു ഫ്രഷ് പീസ് തന്നെ വേണം, ഒരു ഷോ പീസ് വേണ്ട എന്ന് പ്രത്യേകം കമ്പനിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വെയിറ്റ് ചെയ്തത് തന്നെ. അപ്പം ഇതെൻ്റെ ഫ്രണ്ട് റിജോ. ആക്ച്വലി അദ്ദേഹവും ഈ ദിവസം തന്നെ ഇന്ന് തന്നെ വാച്ച് എടുക്കുകയാണ്. ഞങ്ങൾ രണ്ടുകൂടെ ഒരുമിച്ചാണ് വാച്ച് എടുക്കുന്നത്. അദ്ദേഹം എടുക്കുന്നത് ഡൈസ്റ്റാർ എന്ന് പറഞ്ഞ റാഡോയുടെ തന്നെ ഒരു ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റ് വാച്ചാണ്. ഞാൻ റാഡോയുടെ തന്നെ ക്യാപ്റ്റൻ കുക്ക് എന്ന് പറഞ്ഞ ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റ് വാച്ചാണ്. അപ്പം അതും ഞങ്ങൾക്ക് വളരെ കോയിൻസിഡൻസ് ആയിട്ടൊരു ദിവസമാണ്. ഞങ്ങൾക്ക് ഒരു ദിവസം തന്നെ ഞങ്ങൾക്ക് വാച്ച് പർച്ചേസ് ചെയ്യണം. ബിക്കോസ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ലൈഫിൽ വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇങ്ങനത്തെ ഒരു പ്രീമിയം ആയിട്ടുള്ളൊരു വാച്ച് എടുക്കുക, അപ്പോൾ അതിൽ നമ്മുടെ ലൈഫിൽ അത് സൂക്ഷിക്കുക വാച്ചൊക്കെ എന്നൊക്കെ പറയുന്നത് ലൈഫിൽ വൺ ടൈം പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതാണ് റാഡോയുടെ ക്യാപ്റ്റൻ കുക്ക് ബ്ലാക്ക് എഡിഷൻ. ഇതൊരു ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റ് വാച്ചാണ്. നമുക്ക് ലോകത്ത് തന്നെ 3 ടൈപ്പ് മൂവ്മെൻ്റ് ആണുള്ളത്. ഒന്ന് ക്വാർട്സ് മൂവിങ്, അതെന്ന് പറഞ്ഞാൽ ബാറ്ററി പവേർഡ് ആണ്. ഒരു ബാറ്ററി പവറോടുകൂടിയാണ് അത് വർക്ക് ചെയ്യുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ മൂവ്മെൻ്റ് ആണ്. മെക്കാനിക്കൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈൻഡ് ചെയ്യണം. വൈൻഡിങ് മുഴുവൻ അൺവൈൻഡ് ആയി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ വാച്ച് നിൽക്കും, വീണ്ടും വൈൻഡ് ചെയ്യണം. ഓട്ടോമാറ്റിക് വാച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഒരു മെക്കാനിക്കൽ വാച്ച് തന്നെയാണ്. പക്ഷേ നമ്മുടെ കൈയുടെ മൂവ്മെൻറ്റ് അനുസരിച്ച് വൈൻഡിങ് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. അപ്പോൾ ഇതൊരു ഫുള്ളി ഒരു സഫയർ ക്രിസ്റ്റൽ ഗ്ലാസ് ആണിത്. വിത്ത് സെറാമിക് ബോഡി, ഫുൾ ബോഡി സെറാമിക് ആണ്. ചെയിനും ഫുൾ എൻ്റെ ഭാഗവും സെറാമിക് ആണ്. 80 hours ആണ് എൻ്റെ പവർ റിസർവ് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഋത്തിക് റോഷനാണ് ബ്രാൻഡ് അംബാസഡറായിട്ട് വരുന്നത്. അപ്പോൾ എനിക്കൊന്ന് ഈ ദിവാലിക്ക് ഒരു ആഡൊക്കെ ഇറങ്ങിയായിരുന്നു. ഈ ഒരു സെയിം വാച്ചൊക്കെ കിട്ടി കത്രീന കൈഫും അതിൻ്റെ പടമുണ്ട് ഇവിടെ ഈ ഭാഗത്തുണ്ട്. കണ്ട ഇത് അബുദാബിയിലുള്ള മെറീന മോളിലാണ് ഞാൻ ഈ വാച്ച് ഓർഡർ ചെയ്തത്. ഓൾമോസ്റ്റ് ഇന്ത്യൻ മണി ഒരു 4,35,000 ഓൾമോസ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആകും. കാരണം ടാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക്. പിന്നെ 5 years വാറണ്ടി ഇതിൻ്റെ മെഷീൻസിനുണ്ട്. എന്താണ് ഈ വാച്ചിന് ഇത്രയും കോസ്റ്റ് വരാൻ കാരണം? ഇതൊരു ഓപ്പൺ സ്കെലിട്ടൺ ആണ്. പ്യുവർലി നമുക്കിതിൻ്റെ മെഷീൻസ് വർക്ക് ചെയ്യുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അത്ര പ്രിസിഷനായിട്ട് ഇതൊരു ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്രയും കോസ്റ്റ് വരാൻ കാരണം. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ്, ഇപ്പം ചെയിൻ ആണെങ്കിലും ഫുൾ ബോഡി ആണെങ്കിലൊക്കെ ഒരു സെറാമിക് ബോഡിയും, പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ് എന്ന് പറഞ്ഞാൽ സഫയർ ക്രിസ്റ്റൽ ഗ്ലാസ് ആണ്. എനിക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് ഗ്ലാസ് ആണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്. അതാണ് ഇത്രയും കോസ്റ്റ് വരാൻ കാരണം. പിന്നെ ഒരു 300 meters വാട്ടർ റെസിസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഡൈവർ വാച്ചാണ് ക്യാപ്റ്റൻ കുക്ക് എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ.
കുക്കിന്റെ ബ്ലാക്ക് എഡീഷൻ വാച്ച് എനിക്ക് സ്വന്തമായിരിക്കുകയാണ്. സ്വപ്നത്തിൽ വിചാരിച്ചല്ല അങ്ങനെ ഒരു വാച്ച് എടുക്കാമെന്ന്. കാരണം ഞാൻ എനിക്കൊന്നും ഇതിന്റെ തൊട്ട് 2 പ്രാവശ്യം മുമ്പ് അബുദാബിക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ റാഡോ എന്ന് പറഞ്ഞ മോഡൽ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇങ്ങനെ കാണുന്ന ഈ ഒരു ക്യാപ്റ്റൻ കുക്കിനോട് ഇത് ഈ ഒരു മോഡലിനോട് വന്നത് ഇത് മാറ്റ് ഫിനിഷ് ആണ്. അപ്പോൾ എനിക്കെന്തോ ഇതിനോട് ഭയങ്കര ഇഷ്ടം തോന്നും. നമ്മൾ കാണാത്തൊരു മോഡൽസും എപ്പോഴും ക്യാപ്റ്റൻ കുക്കിൻ്റെ മോഡൽസ് എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഇവിടെ തന്നെ കാണാം കുറേ മോഡൽസ് എല്ലാം നമുക്ക് ഡിഫറെൻറ്റ് മോഡൽസ് ആണ്. അത് ഇരിക്കുന്നു അതും ഈ പറഞ്ഞ പോലെ ഋത്തിക് റോഷൻ മോഡലാണ് ആ ഇരിക്കുന്ന ക്യാപ്റ്റൻ കുക്കിൻ്റെ മോഡൽ. അതായത് 1962 മുതൽ ക്യാപ്റ്റൻ കുക്ക് വിപണിയിലുണ്ട്. ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലാണ് റാഡോയുടെ തന്നെ. ആക്ച്വലി വാച്ച് എടുക്കാൻ വേണ്ടി ഞങ്ങൾ 2 പേരാണ് വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ 2 പേരാണ് വന്നിരിക്കുന്നത്. എൻ്റെ സിസ്റ്ററിൻ്റെ മോനാണ്. പിന്നെ ഇദ്ദേഹവും റാഡോയുടെ തന്നെ ഡൈസ്റ്റാർ എന്നൊരു വാച്ച് എടുത്തു. അങ്ങനെ ഞങ്ങൾ 2 പേരും ഒരേ ദിവസമാണ് വാച്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ എന്നും ഓർക്കാൻ അദ്ദേഹം റാഡോയുടെ ഡൈസ്റ്റാർ മോഡലും ഓപ്പൺ സ്കെലറ്റനും ഞാൻ ക്യാപ്റ്റൻ. അപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ എന്നും ഓർക്കാൻ ഇതൊരു ഭയങ്കര മൊമെൻ്റ്.